കൊച്ചി മേയറായി ഷൈനി മാത്യു, VK മിനിമോൾ എന്നിവർ പരിഗണനയിൽ. ദീപ്തി മേരി വർഗീസിന് മറ്റൊരു പദവി നൽകാനാണ് കോൺഗ്രസിൽ ചർച്ച. ദീപ്തിക്ക് MPC ചെയർപേഴ്സൺ പദവി നൽകിയേക്കും. വൈകിട്ട് ചേരുന്ന DCC കോർ കമ്മിറ്റി യോഗത്തിൽ തീരുമാനം ആയേക്കും. MK ഷുക്കൂർ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. MK ഷുക്കൂർ, ഏതെങ്കിലും തരത്തിലുള്ള ധാരണ ഈ വിഷയമായിട്ട് ആയിട്ടുണ്ടോ? സമവായത്തിലേക്ക് എത്തുകയാണോ നേതാക്കൾ? അജി, കൊച്ചി മേയർ പദവിയിൽ ആരെ വെക്കണമെന്ന് സംബന്ധിച്ച അനൌദ്യോഗിക ചർച്ചകൾ കോൺഗ്രസിൽ പുരോഗമിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം 7 മണിയോടുകൂടിയാണ് കോർ കമ്മിറ്റി യോഗം ചേരാൻ പോകുന്നത്. അതിനു മുമ്പ് നേതാക്കൾക്കിടയിൽ അനൌദ്യോഗികമായ ചർച്ചകൾ രാവിലെ മുതൽ തന്നെ സജീവമായി നടക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായും ഉയർന്ന നിർദ്ദേശം ഇതാണ്. അതായത് ഷൈനി മാത്യുവും അതുപോലെ തന്നെ VK മിനിമോളും, ഇവർ രണ്ടിലൊരാളെ മേയർ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക. എന്നാൽ മേയർ സ്ഥാനത്തേക്ക് പാർട്ടി സീനിയോറിറ്റി അനുസരിച്ച് വലിയ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന ദീപ്തി മേരി വർഗീസ്, അവരെ അവഗണിക്കുക സാധ്യമല്ല. കാരണം അവർ KPCC ജനറൽ സെക്രട്ടറിയാണ്. എന്നാൽ ഭൂരിപക്ഷം കൗൺസിലർമാരുടെ പിന്തുണ നേടാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇന്നലെ ചേർന്ന കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഭൂരിഭാഗം കൗൺസിലർമാരും VK മിനിമോൾക്കും അതുപോലെ തന്നെ ഷൈനി മാത്യുവിനുമാണ് പിന്തുണ പ്രഖ്യാപിച്ചത്. വളരെ വിരലിലുണ്ടാകുന്ന പേരുടെ പിന്തുണ മാത്രമാണ് ദീപ്തി മേരി വർഗീസിന് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ആ പാർട്ടിയുടെ നോംസ് അനുസരിച്ച്, അതായത് KPCC പുറത്തിറക്കിയ മാനദണ്ഡങ്ങൾ പ്രകാരം ഭൂരിഭാഗം കൗൺസിലർമാരുടെ പിന്തുണ എന്നുള്ളത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. അതിൽ ദീപ്തി മേരി വർഗീസ് വളരെ താഴെ പോയി. അതുകൊണ്ട് ദീപ്തി മേരി വർഗീസിന് എന്തെങ്കിലും ഒരു പദവി കൊടുക്കണം. കാരണം വളരെ സീനിയറായ ഒരു നേതാവാണ്, KPCC ജനറൽ സെക്രട്ടറിയാണ്. അതുകൊണ്ടാണ് അവർക്ക് കൊച്ചി മെട്രോപൊളിറ്റൻ കമ്മിറ്റി, അതായത് MPCയുടെ ചെയർപേഴ്സൺ പദവി, അത് ഈ കൊച്ചി നഗരത്തിൻ്റെ പരിധിയിൽ വരുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർ, അവിടെ മെമ്പർമാർ, അവരുടെ എല്ലാം പ്രാതിനിധ്യമുള്ള ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൻ്റെ ചെയർപേഴ്സൺ പദവി, അത് സ്വാഭാവികമായും ഭരണം മാറിയ സ്ഥിതിക്ക് അത് കോൺഗ്രസിന് കിട്ടും. കാരണം ഈ ഭാഗത്തെ ഭൂരിഭാഗം തദ്ദേശ സ്ഥാപനങ്ങളും ഇപ്പോൾ UDFൻ്റെ നിയന്ത്രണത്തിലാണ്. ആ പദവിയിലേക്ക് ദീപ്തി മേരി വർഗീസിനെ കൊണ്ടുവന്ന് ചെയർപേഴ്സൺ പദവി മിനിമോൾക്കും അതുപോലെ തന്നെ ഷൈനി മാത്യുവിനും രണ്ടിലൊരാൾക്ക് നൽകാമെന്നുള്ളതാണ് ധാരണ. ഇത് പങ്കിടുന്നത് സംബന്ധിച്ചെല്ലാം ഒരുപക്ഷെ കോർ കമ്മിറ്റിയിൽ മാത്രമേ തീരുമാനമാകൂ. നിലവിൽ ഷൈനി മാത്യു അതുപോലെ തന്നെ VK മിനിമോൾ, ഈ രണ്ടുപേരിൽ ഒരാളെയാണ് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. അതല്ല 2.5 വർഷം വെച്ച് ഈ രണ്ടുപേർക്കുമിടയിൽ പങ്കിടണോ എന്ന കാര്യത്തിലും തീരുമാനം വരാൻ പോകുന്നതേയുള്ളൂ. ഈ രണ്ടുപേരും ലത്തീൻ സഭയിൽപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് ലത്തീൻ സഭയിൽപ്പെട്ട കൗൺസിലർമാരാണ്. ലത്തീൻ സഭക്കാരായ ഒരാൾ തന്നെ കൗൺസിലർ ആകണമെന്നൊരു ആവശ്യം നേരത്തെ ലത്തീൻ സഭ ഉന്നയിച്ചിരുന്നു. അത് DCC മുഖവിലേക്കെടുക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ. കാരണം ഭൂരിഭാഗം കൗൺസിലർമാർ ലത്തീൻ സഭയിൽ നിന്നുള്ളതുകൊണ്ട് ലത്തീൻ സഭക്കാർ തന്നെ മേയർ സ്ഥാനത്തേക്ക് വരണം എന്നൊരാവശ്യം ആ അർത്ഥത്തിൽ DCC മുഖവിലേക്കെടുത്തു എന്ന് നമുക്ക് കരുതാം. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഏകദേശ ധാരണ അല്ലെങ്കിൽ തീരുമാനം തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നാളേക്കപ്പുറം തീരുമാനം വൈകില്ല എന്ന് DCC പ്രസിഡന്റ് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. എന്തായാലും ദീപ്തി മേരി വർഗീസിന് എന്ത് പദവി നൽകുന്നു എന്നുള്ളത് പ്രധാനമാണ്. അതുകൊണ്ട് അവർ തൃപ്തയാകുമോ എന്ന് വ്യക്തമല്ല. എന്തായാലും അവരുടെ ക്ലെയിം വളരെ ശക്തമായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.